ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബിരിയാണിക്കാകുമ്പോൾ കുറച്ച് വലിയ പീസാവുന്നതാണ് നല്ലത്. പിന്നെ ഒരു അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി മല്ലിയില, അതേപോലെ തന്നെ ഒരു 2 ബൾബ് വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ ഒരു 3 കുടം വേണം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 5-8 പച്ചമുളകാണ് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് നമ്മളിതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രമേ ഇപ്പോൾ അരപ്പിനായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിക്കുവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് കുക്കറിലോട്ട് മാറ്റി. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. ഇത് ഞാൻ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് എരിവിനായിട്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് വെന്ത് വരുമ്പോൾ നല്ലൊരു എരിവ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുരുമുളക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അത് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയാണ് കേട്ടോ. അത് ഏകദേശം ഒരു പിടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ബീഫിൻ്റെ എല്ലാ വശത്തും മസാല എത്തുന്ന രീതിയിൽ വേണം ഇത് യോജിപ്പിക്കുവാൻ. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ബീഫ് വേവിക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. ബീഫ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ കുക്കറിൻ്റെ ലിഡിട്ട് അടച്ചു വെച്ച് ഞാനിതൊന്ന് വേവിക്കുവാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് വേവിക്കുവാൻ എത്ര വിസിൽ വേണമെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ബീഫ് വെന്ത് വന്നപ്പോൾ ഞാൻ ലിഡ് തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് മസാല ഉണ്ടാക്കുവാൻ വേണ്ട. അപ്പോൾ ഇതൊന്ന് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ ബീഫ് വറ്റിക്കുവാൻ വെച്ച ശേഷം ഞാനിവിടെ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ 4 വലിയ സവോള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിവിടെ ബിസ്ത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായിട്ട് അരിയുക. പിന്നെ ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ തന്നെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് വേണം. പിന്നെ തൈര് ആവശ്യത്തിന്, പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരുമാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അധികം നെയ്യൊന്നും കഴിക്കില്ല. അപ്പോൾ ഈ ഒരു നെയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് നേരത്തെ തന്നെ ഒരു സവോള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് എത്തുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക.
അങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഫൈനലായിട്ട് റൈസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുവാനാണ് ഇപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഇതേപോലെ ആയിട്ടോ എൻ്റെ ബിസ്ത. പിന്നെ അതേ സെയിം ഓയിലിലോട്ട് തന്നെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച സവോള മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അങ്ങനെ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയെടുത്താൽ തന്നെ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അധികം ഡ്രൈ ആക്കൊന്നും വേണ്ട, ഒരു മീഡിയം ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് നേരത്തെ തന്നെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം കരിഞ്ഞു പോവും. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് 1-2 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇനി ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം ഒരു പിടി മല്ലിയിലയുമാണ് കേട്ടോ. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ വറുത്ത് വെച്ച കുറച്ച് സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാനുള്ളത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരൊന്നും ചേർക്കരുത്, ഏകദേശം ഒരു മീഡിയം പുളിയുള്ള തൈരൊക്കെ ചേർത്താൽ മതി കേട്ടോ. നല്ല പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ മസാല ആകെ പുളിച്ചിരിക്കും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് പാകത്തിന് പുളിയുള്ള തൈര് എടുക്കുവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ തൈര് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് കുറച്ച് പൊടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഒന്നല്ലെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇവ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ലിഡിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാനുള്ളത് നേരത്തെ തന്നെ വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫിൽ ഇതേപോലെ അധികം വെള്ളമൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുത്ത ബീഫ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം കുക്കറിൽ എൻ്റെ ബീഫിൻ്റെ കുറച്ച് മസാല ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ ഞാൻ ആ കുക്കറിലെ മസാലയെല്ലാം ഈ ഒരു മസാലയിലോട്ട് മാറ്റി. അങ്ങനെ ബീഫ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന വിധം ഇതേപോലെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ തക്കാളിയുടെയും ചെറുനാരങ്ങയുടെയും ഒക്കെ പുളി ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും എരിവും ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ രണ്ടും കുറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ എരിവിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പാകത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ അതും ഇതേപോലെ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ലിഡിട്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുവാൻ വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ബീഫിനെ. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് ഈ ബീഫ് നല്ല പോലെ വെന്തു. അപ്പോൾ ഇതാണ് കേട്ടോ ബിരിയാണിയിലോട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് മസാല. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. പിന്നെ ബിരിയാണിയിലോട്ടുള്ള അരി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അങ്ങനെ പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2-3 വലിയ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അങ്ങനെ ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പശുവിൻ നെയ്യാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 2 ചെറിയ ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നെയ്യ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് കുറച്ച് സ്പൈസസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5-8 ഏലയ്ക്ക, ഒരു 10-12 കരയാമ്പൂ, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സവോളയെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് അരി വേവിക്കുവാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 3 ഗ്ലാസ് ജീരകശാല അരിയാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ എപ്പോഴും നമ്മൾ ഉപ്പ് ഒരു പൊടിക്ക് മുന്നിലോട്ട് നിൽക്കുന്ന വിധം വേണം ആഡ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. എന്നാലേ അരി വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പായിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലിഡിട്ട് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നോർമൽ വാട്ടറാണ്. അങ്ങനെ ഞാനിതിൻ്റെ ലിഡിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിഡ് ഇടുമ്പോൾ ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ച് അതിൻ്റെ ഹോളൊന്ന് അടച്ചു വയ്ക്കുക. അങ്ങനെ വെള്ളം ഒന്ന് തിളച്ചു വരുന്നവരെ ഈ ലിഡിട്ട് അടച്ചു വെച്ച് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നു. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത്
ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അരിയെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അരിയെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സ്പൈസസ് അരിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വേണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാനിതൊന്ന് ലിഡ് വെച്ച് അടച്ചു വെച്ച് ഒരു 5-8 മിനിറ്റ് വരെ ഈ അരി ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. അങ്ങനെ അരി വേവിക്കുവാൻ വെച്ച ശേഷം ഞാനൊരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഏകദേശം ഒരു 1/4 വേവായി. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ലിഡിട്ട് അടച്ചു വെച്ച് ഞാനതൊന്ന് ഒന്നുകൂടി വേവിക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ടും ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഇതേപോലെ അരിയൊക്കെ നന്നായിട്ട് വിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദം ഇടാം. അപ്പോൾ ബിരിയാണി ദം ഇടാനായിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ മസാല ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കിയ റൈസ് ചൂടോടെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വിതറാം. അപ്പോൾ റൈസ് നല്ല പോലെ ഇതിൻ്റെ മേലെ ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ 3 ഗ്ലാസ് റൈസും ഞാൻ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ റൈസെല്ലാം ഞാൻ മുഴുവനായിട്ടും സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ ബീഫിൻ്റെ മേലെ റൈസ് വരുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് സെറ്റാക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ബിസ്തയാണ്. അങ്ങനെ ബിസ്തയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലിഡിട്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ദം ഇടണം കേട്ടോ. ശേഷം ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ദമ്മൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ഇതാ എൻ്റെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയുടെ മണമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ മേലത്തെ റൈസൊക്കെ ഒരു കാസറോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു റൈസിലധികം മസാലയില്ല, പക്ഷേ അടിയിലോട്ട് പോകുന്തോറും നമുക്ക് മസാല കാണാൻ പറ്റും. അപ്പോൾ അതാ മസാല കണ്ടു. അപ്പോൾ ഈ ഒരു റൈസ് ഞാൻ മേലെ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ദമ്മൊക്കെ ചെയ്തു വന്നപ്പോൾ എൻ്റെ ബീഫ് ബിരിയാണി ഇവിടെ നല്ല സെറ്റായി കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ശേഷം ഞാനിതൊരു വലിയ പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഇതാ എൻ്റെ ബീഫ് ബിരിയാണി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ഇത് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.